നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള MCQ ചോദ്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള MCQ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കേൾക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദയവായിട്ട് എഴുതിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിലെ ആദ്യത്തെ ചോദ്യം, ഫാദർ ഓഫ് നാച്ചുറലിസം. നാച്ചുറലിസം നമ്മൾ പറഞ്ഞു, റെഗുലേറ്റഡ് ഫ്രീഡത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് നാച്ചുറലിസം. അപ്പോൾ നാച്ചുറലിസം മുന്നോട്ട് വയ്ക്കുന്നത് ഏത് തരത്തിലുള്ള ഫ്രീഡമാണ്? റെഗുലേറ്റഡ് ഫ്രീഡമാണ്. നാച്ചുറലിസത്തിന്റെ ഫാദർ ആരാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. നാച്ചുറലിസത്തിന്റെ ഫാദറാണ് ജീൻ ജാക്വസ് റൂസോ. അപ്പോൾ റൂസോയാണ് ഫാദർ ഓഫ് നാച്ചുറലിസം. ഗോ ബാക്ക് ടു നേച്ചർ. ബാക്ക് ടു നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മടങ്ങുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാണ്? ഗോ ബാക്ക് ടു നേച്ചർ. അത് റൂസോയുടെ കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുടേതാണ്? സോഷ്യൽ കോൺട്രാക്ട് തിയറി കൊണ്ടുവന്നത് റൂസോയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് എമിലി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, എമിലി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്ക്. അതുപോലെ തന്നെ ഫാദർ ഓഫ് റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസത്തിന്റെ പിതാവാണ് റൂസോ. റൊമാൻറ്റിസിസം ആൻഡ് നാച്ചുറലിസം. നാച്ചുറലിസത്തിന്റെയും റൊമാൻറ്റിസിസത്തിന്റെയും ഫാദറാണ് റൂസോ. ഓക്കെ, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവറിവെയർ ഹീസ് ഇൻ ചെയിൻസ്. സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് പറഞ്ഞതും റൂസോയാണ്. അപ്പോൾ റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ റൂസോ ഫാദർ ഓഫ് നാച്ചുറലിസം ആൻഡ് ഫാദർ ഓഫ് റൊമാൻറ്റിസിസം ഓർത്ത് വെച്ചേക്കുക. വിച്ച് ഫാക്ടർ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് നാഷണൽ ഇന്റഗ്രേഷൻ? നാഷണൽ ഇന്റഗ്രേഷൻ ഡേ നമ്മൾ പഠിച്ചു നവംബർ 19 ഓക്കെ, നാഷണൽ ഇന്റഗ്രേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തത് ഏതാണ്? അത് ടെററിസം ആണ്. ടെററിസം ഒരു പ്രശ്നമാണ്. ഓക്കെ, സോഷ്യലിസം, ഡെമോക്രസി, സെക്യുലറിസം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നാഷണൽ ഇന്റഗ്രേഷനെ അല്ലെങ്കിൽ പാട്രിയോട്ടിസത്തെ അല്ലെങ്കിൽ നാഷണലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തൊരു ചോദ്യം, കൾച്ചറൽ ലാഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. കൾച്ചറൽ ലാഗ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. കൾച്ചറൽ ലാഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? കൾച്ചറൽ ലാഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം എഫ് ഒക്ബേൺ ഇൻ 1922. 1922 വില്യം എഫ് ഒക്ബേൺ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ് കൾച്ചറൽ ലാഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തൊരു ചോദ്യം, എഡ്യൂക്കേറ്റേഴ്സ് മസ്റ്റ് ഹാവ് സം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സോഷ്യൽ ഫോഴ്സസ് ബിക്കോസ്. എന്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം? അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്തുകൊണ്ട് പഠിക്കണം? എഡ്യൂക്കേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ സെറ്റിംഗ് വിച്ച് ഇറ്റ് ടേക്സ് പ്ലേസ്. എഡ്യൂക്കേഷനും സോഷ്യൽ സെറ്റിംഗും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഒരു ട്രൈപോളാർ പ്രോസസ്സാണ്. ടീച്ചർ, ലേണർ, ലേണിംഗ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ ഫാദർ ആരാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? ജോർജ് പെയിൻ ആണ് ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജി. അപ്പോൾ എഡ്യൂക്കേഷനും സോഷ്യോളജിയും ഇന്റർ കണക്റ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണ്. സെക്കുലർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എഡ്യൂക്കേഷൻ എംഫസൈസിങ് ഈക്വാലിറ്റി ഓഫ് ഓൾ റിലീജിയൻ. എല്ലാ മതത്തെയും അംഗീകരിക്കുന്നതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഓക്കെ, മതേതര സങ്കല്പം. അപ്പോൾ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ ഒരു മതത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മതത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതത്തെക്കുറിച്ച് പറയുന്നത്. 42nd അമെൻമെന്റ്, 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട് മതേതരത്വം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നു. മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ യൂണിവേഴ്സ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് റിയാലിറ്റി. മെറ്റീരിയലിസത്തിനെ എതിർത്ത അല്ലെങ്കിൽ ഭൗതികമായ വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണ്, ആശയങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഇത് ഐഡിയലിസം ആണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് വായിക്കുക. മെറ്റീരിയൽ വേൾഡ് ഈസ് ഇൻകംപ്ലീറ്റ്. മെറ്റീരിയൽ വേൾഡ് ഇൻകംപ്ലീറ്റ് ആണ്, നശ്വരമാണ് എന്ന് പറഞ്ഞത് ഐഡിയലിസം ആണ്. ഐഡിയാസ് അല്ലെങ്കിൽ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ്. വാല്യൂസ്, ട്രൂത്ത്, ബ്യൂട്ടി ആൻഡ് ഗുഡ്നസ്. ഇങ്ങനെയുള്ള വാല്യൂസ് അൺചേഞ്ചിങ് ആണെന്ന് പറഞ്ഞത് ഐഡിയലിസം ആണ്. അതുപോലെ തന്നെ സ്പിരിച്വലിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. ദൈവത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. സ്പിരിച്വലിസ്റ്റിക് കൺസെപ്റ്റ് ആണ് ഐഡിയലിസം. ഫസ്റ്റ് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് ഐഡിയലിസം. ഐഡിയലിസത്തിന്റെ ഫാദറാണ് പ്ലേറ്റോയാണ് ഐഡിയലിസത്തിന്റെ ഫാദർ. ഓക്കെ, അതുപോലെ തന്നെ മോണിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. മോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു സത്യം മാത്രമേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ, ഓൺലി വൺ റിയാലിറ്റി. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. വാല്യൂസിനെ കുറിച്ച് പറയുന്നു, ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നസ്. അതുപോലെ തന്നെ സ്പിരിച്വലിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. ഐഡിയ മാത്രമാണ് ശരിക്കുമുള്ള സത്യം എന്ന് പറഞ്ഞത് ഐഡിയലിസം ആണ്.
ഫൗണ്ടർ ഓഫ് ശാന്തി നികേതൻ. ശാന്തി നികേതന്റെ ഫൗണ്ടർ ആരാണ്? ശാന്തി നികേതൻ 1921 ശാന്തി നികേതന്റെ ഫൗണ്ടർ ആരാണെന്ന് നിങ്ങൾക്കറിയാം? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഫസ്റ്റ് ഇന്റർനാഷണലിസ്റ്റ് എന്നറിയപ്പെട്ടത്. ശാന്തി നികേതന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ടാഗോർ ആണ്. ടാഗോറിന്റെ കൃതിയാണ് ഗീതാഞ്ജലി. 1913 ഗീതാഞ്ജലിക്ക് നൊബേൽ പ്രൈസ് കിട്ടി. അതുപോലെ തന്നെ ടാഗോറിന്റെ മറ്റൊരു വിദ്യാലയമാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി, ശാന്തി നികേതൻ, അതൊക്കെ ടാഗോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടാഗോറിന്റെ മറ്റൊരു കൃതിയാണ് ഗോര എന്ന കൃതി എഴുതിയതാരാണ്? ഇത് ടാഗോറാണ്. ഗീതാഞ്ജലി ഓർത്തിരിക്കുക, നോട്ടബിൾ വർക്ക് ആണ്. അപ്പോൾ ടാഗോറിൻ്റെതാണ് വിശ്വഭാരതി ആൻഡ് ശാന്തി നികേതൻ. അദ്ദേഹം ഒരു ഇന്റർനാഷണലിസ്റ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. വിമർശനാത്മക ബോധനശാസ്ത്രം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൗലോ ഫ്രെയർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രിട്ടിക്കൽ പെഡഗോജി. പൗലോ ഫ്രെയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൺസെന്റൈസേഷൻ പൗലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇതൊരു ബുക്കാണ്. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് പൗലോ ഫ്രെയറിന്റെ ബുക്ക് ആണ്. ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ പൗലോ ഫ്രെയറിന്റെ കൺസെപ്റ്റ് ആണ്. ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ക്രിട്ടിക്കൽ പെഡഗോജി, കൺസെന്റൈസേഷൻ, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന പുസ്തകം, ഇതെല്ലാം പൗലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ പൗലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലൈഫ് ലോങ് പ്രോസസ് വെയർ ബൈ എ പേഴ്സൺ ലേൺസ് സോഷ്യൽ റോൾസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ലൈഫ് ലോങ് ആയിട്ട്, ജീവിതകാലം മുഴുവനായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ആ പഠിച്ചെടുക്കലിനെ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. സോഷ്യലൈസേഷന് 2 ഏജൻസീസ് ആണുള്ളത്. ഒന്ന് ഇൻഫോർമൽ ടൈപ്പ്, മറ്റൊന്ന് ഫോർമൽ ടൈപ്പ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, ഫോർമലും ഇൻഫോർമലും. ഫസ്റ്റ് ഫോർമൽ ഏജന്റ് സ്കൂളാണ്. ഫസ്റ്റ് ഇൻഫോർമൽ ഏജന്റ് നിങ്ങളുടെ ഫാമിലിയാണ്. ഫാമിലി. ഡിഡക്റ്റീവ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡിഡക്റ്റീവ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഡിഡക്റ്റീവ് അപ്രോച്ച് അരിസ്റ്റോട്ടിലാണ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് കൊണ്ടുവന്ന ആരാണ്? ഇൻഡക്റ്റീവ് അപ്രോച്ച് കൊണ്ടുവന്നത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് ഫ്രാൻസിസ് ബേക്കൺ. ഡിഡക്റ്റീവ് അപ്രോച്ച് അരിസ്റ്റോട്ടിൽ. എ കോസ്മോപോളിറ്റൻ എഡ്യൂക്കേഷൻ. കോസ്മോപോളിറ്റൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. വിച്ച് പ്രൊഡ്യൂസ് ലോയൽറ്റി ടു വേൾഡ് സിറ്റിസൺഷിപ്പ് ഈസ് കോൾഡ് എഡ്യൂക്കേഷൻ ഫോർ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കോസ്മോപോളിറ്റൻ വ്യൂ അല്ലെങ്കിൽ വേൾഡ് സിറ്റിസൺഷിപ്പ് വ്യൂ എന്ന് പറയുന്നത്. വിച്ച് ഫിലോസഫി ഈസ് ബേസ്ഡ് ഓൺ ലെക്ചർ മെത്തേഡ് ഒരു ഔട്ട്ഡേറ്റഡ് മെത്തേഡാണ്. ഇത് ഉപയോഗിച്ചിരുന്നത് ഐഡിയലിസം ആണ് ലെക്ചർ മെത്തേഡ് ഉപയോഗിച്ചിരുന്നത്. ഐഡിയലിസം ടീച്ചർ സെൻട്രിക് ആണ് ഐഡിയലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്തിരുന്നു ഐഡിയലിസം. അടുത്തൊരു ചോദ്യം, എഡ്യൂക്കേഷൻ ഈസ് എ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ സൗണ്ട് ബോഡി എന്ന് എഡ്യൂക്കേഷനെ പറഞ്ഞത് ആരാണ്? ഇതിന്റെ ഉത്തരം ഇതിൽ കൊടുത്തിരിക്കുന്ന തെറ്റാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് ഇങ്ങനെ പറഞ്ഞത്. ദ ടേം സോഷ്യോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് അഗസ്റ്റ് കോംറ്റ് ആണ്. ഫാദർ ഓഫ് സോഷ്യോളജി. ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംറ്റിനെയാണ്. എന്നാൽ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ ഫാദർ ആരാണ്? എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ ഫാദറാണ് ജോർജ് പെയിൻ. ഓർത്തു വെച്ചിരിക്കുക. ജോർജ് പെയിൻ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ ഫാദർ അഗസ്റ്റ് കോംറ്റ് ആണ്. അഗസ്റ്റ് കോംറ്റ് ആണ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ ഫിസിക്സ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സോഷ്യൽ ഫിസിക്സ് പിന്നീട് സോഷ്യൽ ഫിസിക്സ് ആണ് സോഷ്യോളജി ആയിട്ട് മാറിയത്. സോഷ്യോളജി എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്നാണ്. സ്റ്റഡി ഓഫ് സൊസൈറ്റി. ഓക്കെ. അടുത്തൊരു ചോദ്യം, ഹയസ്റ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡിയലിസം ആണ്. ഐഡിയലിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. ഐഡിയലിസത്തിന്റെ ഹയസ്റ്റ് എയിം എന്താണ്? മോക്ഷയാണ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഗിഫ്റ്റ് ആൻഡ് ഒക്കുപേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രബലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗിഫ്റ്റ് ആൻഡ് ഒക്കുപേഷൻ. അത് ഓർത്തു വെച്ചിരിക്കുക. ഫ്രബലാണ് ഗിഫ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ഗിഫ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ പ്രബലിന്റെ ഏതാണ്? കിൻഡർ ഗാർട്ടൻ മെത്തേഡ്.
ആദ്യത്തെ കിൻഡർ ഗാർട്ടൻ ലോകത്തിൽ വരുന്നത് ബ്ലാക്കൻബർഗിലാണ്. ഓക്കെ, ബ്ലാക്കൻബർഗിലാണ് ഫസ്റ്റ് കിൻഡർ ഗാർട്ടൻ. കിൻഡർ ഗാർട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് ഗാർഡൻ, കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് അർത്ഥം കിൻഡർ ഗാർട്ടൻ. ഇനി മരിയ മോണ്ടിസോറി ഇറ്റലിയിലെ MBBS കാരിയാണ്. ഇറ്റലിയിലാണ് MBBS കാരിയാണ്, ഡോക്ടറാണ്. അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. മോണ്ടിസോറി മെത്തേഡ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് കൊണ്ടുവന്ന ആരാണ്? അത് മോണ്ടിസോറി ആണ്. ടാഗോർ വിശ്വഭാരതി ആൻഡ് ശാന്തിനികേതൻ, ഗാന്ധിജി വാർത്താ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്ത മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, സ്റ്റാൻഡ് അപ്പോൺ യുവർ ഓൺ ഫീറ്റ് യു ഹാവ് ദ പവർ വിത്തിൻ യു. സ്റ്റാൻഡ് അപ്പോൺ യുവർ ഓൺ ഫീറ്റ് യു ഹാവ് ദ പവർ വിത്തിൻ യു എന്ന് പറഞ്ഞത് ആരാണ്? മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്പീച്ച് ഒക്കെ പറയുന്നത് സ്വാമി വിവേകാനന്ദ ആണ്. സ്വാമി വിവേകാനന്ദന്റെ മെത്തേഡാണ് കോൺസെൻട്രേഷൻ മെത്തേഡ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്ന ആരാണ്? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. കോൺസെൻട്രേഷൻ മെത്തേഡ് കൊണ്ടുവന്ന സ്വാമി വിവേകാനന്ദ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ എന്ന് എഡ്യൂക്കേഷനെ പറഞ്ഞത് ആരാണ്? മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദ ആണ്. കോൺസെൻട്രേഷൻ മെത്തേഡ് കൊണ്ടുവന്നത് സ്വാമി വിവേകാനന്ദ ആണ്. സ്റ്റാൻഡ് അപ്പോൺ യുവർ ഓൺ ഫീറ്റ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദ ആണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കുക. നെഗറ്റീവ് എഡ്യൂക്കേഷൻ, പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ കൊണ്ടുവന്നത് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ആരാണ്? റൂസോയാണ്. പോസിറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നെഗറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആരാണ്? റൂസോ ആണെന്ന് ഓർത്തിരിക്കുക. റൂസോയുടെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ബുക്കാണ് എമിലി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, റൂസോ ഫാദർ ഓഫ് റൊമാൻറ്റിസിസം ആൻഡ് നാച്ചുറലിസം. റൊമാൻറ്റിസിസത്തിന്റെയും നാച്ചുറലിസത്തിന്റെയും ഫാദറാണ് റൂസോ എന്ന് ഓർത്തു വെച്ചിരിക്കുക. നോൺ ഫോർമൽ എഡ്യൂക്കേഷന്റെ ടൈപ്പ് ഇതിൽ ഏതാണ്? നോൺ ഫോർമൽ എഡ്യൂക്കേഷന്റെ സെന്റർ ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കോഴ്സ് അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് കോഴ്സ്. നോൺ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് ഇതെല്ലാം എന്താണ്? നോൺ ഫോർമൽ ടൈപ്പ് എഡ്യൂക്കേഷൻ ആണ്. അടുത്തൊരു ചോദ്യം, ദ ഏരിയ ഓഫ് ഫിലോസഫി വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് റിയാലിറ്റി ഓർ നേച്ചർ ഓഫ് റിയാലിറ്റി എന്താണ്? മെറ്റാഫിസിക്സ് ആണ്. നേച്ചർ ഓഫ് റിയാലിറ്റി മെറ്റാഫിസിക്സ് ആണ്. എപ്പിസ്റ്റമോളജി നോളജുമായിട്ട് റിലേറ്റഡ് ആണ്. ആക്സിയോളജി വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ട് തരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. എത്തിക്സ് എന്ന് പറയുമ്പോൾ മൊറാലിറ്റി, എസ്തെറ്റിക്സ്, ബ്യൂട്ടി. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മെറ്റാഫിസിക്സ്, ആക്സിയോളജി, എപ്പിസ്റ്റമോളജി. മെറ്റാഫിസിക്സ്, നേച്ചർ ഓഫ് റിയാലിറ്റി, എപ്പിസ്റ്റമോളജി, നോളജ്, ആക്സിയോളജി, വാല്യൂസ്. എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ സൗണ്ട് ബോഡി. സൗണ്ട് മൈൻഡ്, സൗണ്ട് ബോഡി ഓൾറെഡി നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. അരിസ്റ്റോട്ടിൽ റിയലിസത്തിനകത്ത് വരുന്നു. അദ്ദേഹം ഒരു റിയലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെതാണ് ലൈസിയം അക്കാഡമി അരിസ്റ്റോട്ടിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈസിയം അക്കാഡമി, സ്റ്റുഡന്റ് ഓഫ് പ്ലേറ്റോയുടെ അക്കാഡമിയിലാണ് ഇദ്ദേഹം പഠിച്ചത്. പ്ലേറ്റോയുടെ അക്കാഡമിയിൽ പഠിച്ച സ്റ്റുഡന്റ് ആയിരുന്നു അരിസ്റ്റോട്ടിലാണ് ഡിഡക്റ്റീവ് മെത്തേഡ് കൊണ്ടുവന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ച് കൊണ്ടുവന്നതും അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാഡമിയിലാണ് പഠിച്ചത്. റിയലിസം കൊണ്ടുവരുന്നു. ലൈസിയം അക്കാഡമിയുടെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ ഡിഡക്റ്റീവ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അടുത്തൊരു ചോദ്യം, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ നോളജ് എന്ന് പറഞ്ഞത് ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്? ഐഡിയലിസം ആണ്. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ നോളജ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഐഡിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് പ്രത്യേകത? മ്യൂച്വൽ ഇൻഫ്ലുവൻസ് ആണ്. അല്ലെങ്കിൽ എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ കൂടുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയുന്നു. പോപ്പുലേഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തമ്മിൽ ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണ് ഉള്ളത്. പോപ്പുലേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ബേസിക് എഡ്യൂക്കേഷൻ. അടുത്തൊരു ചോദ്യം, ഫിലോസഫേഴ്സ് ആർ ദോസ് ഹൂ ആർ ലവേഴ്സ് ഓഫ് ദ വിഷൻ ഓഫ് ട്രൂത്ത്. സത്യത്തെ സ്നേഹിക്കലാണ് ഫിലോസഫി എന്ന് പറഞ്ഞത് ആരാണ്? അത് സോക്രട്ടീസ് ആണ് അങ്ങനെ പറഞ്ഞത്. സോക്രട്ടീസ് ആണ് ഫാദർ ഓഫ് ഫിലോസഫി. അതുപോലെ തന്നെ ഡയലോഗ് മെത്തേഡ് അല്ലെങ്കിൽ സോക്രട്ടിക് ഡയലോഗ് കൊണ്ടുവന്നത് സോക്രട്ടീസ് ആണ്. ഫാദർ ഓഫ് ഫിലോസഫി എന്നറിയപ്പെടുന്നത് സോക്രട്ടീസിനെയാണ്.
ഗ്രീക്ക് ഫിലോസഫറാണ് സോക്രട്ടീസ്. ഫാദർ ഓഫ് ഫിലോസഫി സോക്രട്ടീസ്. ഡയലോഗ് എന്ന് പറയുന്ന മെത്തേഡ്, ഡിബേറ്റ് മെത്തേഡ് കൊണ്ടുവന്നത് സോക്രട്ടീസ് ആണ്. ഫിലോസഫേഴ്സ് ആർ ദോസ് ഹൂ ആർ ലവേഴ്സ് ഓഫ് ദ വിഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. കോൺസെൻട്രേഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്. കോൺസെൻട്രേഷൻ മെത്തേഡ് കൊണ്ടുവന്ന ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. സ്റ്റാൻഡ് അപ്പോൺ യുവർ ഓൺ ഫീറ്റ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദ ആണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദയുടെ ബർത്ത്ഡേ ആണ് ജനുവരി 12 യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു 1984 മുതൽ. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. കോൺസെൻട്രേഷൻ മെത്തേഡ് സ്വാമി വിവേകാനന്ദൻ്റേത് ആണ്. ദ എംഫസിസ് ഓഫ് ചൈൽഡ് ടു നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ചൈൽഡ് ടു നേച്ചർ ആൻഡ് എൻവയോൺമെന്റ് നാച്ചുറലിസം ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ശാന്തിനികേതൻ വിശ്വഭാരതി. നിങ്ങൾക്കറിയാം ശാന്തിനികേതനും വിശ്വഭാരതിയും ആരുടേതാണ്? ശാന്തിനികേതൻ ആൻഡ് വിശ്വഭാരതി രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ശാന്തിനികേതൻ ആൻഡ് വിശ്വഭാരതി ടാഗോറിൻ്റേത് ആണ്. അടുത്തൊരു ചോദ്യം, ഹാർമോണിയസ് ബ്ലെൻഡിങ് ഓർ മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് ഫിലോസഫീസ് അതിനെ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് എക്ലക്റ്റിക് ഫിലോസഫി ഓർ എക്ലക്റ്റിസിസം. ഹാർമോണിയസ് ബ്ലെൻഡിങ് ഓഫ് ഡിഫറെന്റ് ഫിലോസഫീസ്, എക്ലക്റ്റിസിസം. ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? അത് കൊണ്ടുവന്നത് പൗലോ ഫ്രെയർ ആണ് ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത്. ഡയലോജിക്കൽ മെത്തേഡ് പൗലോ ഫ്രെയർ. എന്നാൽ ഡയലോഗ് മെത്തേഡ്, ഇത് മാറിപ്പോരുത്, ഡയലോഗ് മെത്തേഡ് കൊണ്ടുവന്ന ആരാണ്? അത് സോക്രട്ടീസ് ആണ്. ഓക്കെ, ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്ന പൗലോ ഫ്രെയർ, ഡയലോഗ് മെത്തേഡ് സോക്രട്ടീസ് ആണ് കൊണ്ടുവന്നത്. എഡ്യൂക്കേഷൻ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി ചൈൽഡ് എന്ന് പറഞ്ഞത് ആരാണ്? ഓൾറൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മഹാത്മാഗാന്ധിയുടേതാണ്. എഡ്യൂക്കേഷൻ ഈസ് ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? നോട്ടാണ്. ഇപ്പോൾ നോട്ട് വന്നാൽ അണ്ടർലൈൻ ചെയ്യണം. എഡ്യൂക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ശരിയാണ്. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ടു ബ്രിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ്, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം, അതും ശരിയാണ്. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ടു ക്രിയേറ്റ് സൗണ്ട് മൈൻഡ് ഇൻ സൗണ്ട് ബോഡി, അരിസ്റ്റോട്ടിലാണ് ഇങ്ങനെ പറഞ്ഞത്, അതും ശരിയാണ്. എന്നാൽ എഡ്യൂക്കേഷൻ നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത് തെറ്റാണ്. എഡ്യൂക്കേഷൻ ഓൾവേസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നതാണ് ശരി. വിച്ച് ഡോക്ട്രൈൻ ബിലീവ്സ് ദാറ്റ് ഐഡിയാസ് ആർ ദ ഓൺലി റിയാലിറ്റി? ഐഡിയാസ് മാത്രമാണ് സത്യം, ആശയങ്ങൾ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞത് ഐഡിയലിസം ആണ്. ഐഡിയലിസത്തിന്റെ ഫാദറാണ് പ്ലേറ്റോ. റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയ ആരാണ്? പ്ലേറ്റോയാണ്. ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, നമ്മൾ ഇതൊക്കെ ഓൾറെഡി കണ്ടതാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ. സ്പ്രെഡിങ് ഓഫ് കൾച്ചറൽ എലമെന്റ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി, അതിനെ എന്ത് വിളിക്കും? കൾച്ചറൽ ഡിഫ്യൂഷൻ ഓഫ് കൾച്ചർ എന്ന് വിളിക്കും. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഗ് ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം എഫ് ഒക്ബേൺ. ഇനി കൾച്ചറൽ ഇനർഷ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലിങ് ടു ട്രഡീഷണലിസം ഓർ ഓർത്തഡോക്സി മെന്റാലിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നതിനെയാണ് കൾച്ചറൽ ഇനർഷ്യ എന്ന് പറയുന്നത്. നോട്ട് ആൻ ഒബ്സ്റ്റക്കിൾ ഓഫ് സോഷ്യൽ ചേഞ്ചിന്റെ തടസ്സമല്ലാത്തത് എന്താണ്? ഗ്ലോബലൈസേഷൻ ഒരു തടസ്സം അല്ല. ഡിസ്ഹോണസ്റ്റ് കണ്ടക്ട് ബൈ എ പേഴ്സൺ എൻട്രസ്റ്റഡ് വിത്ത് എ പൊസിഷൻ ഓഫ് അതോറിറ്റി. അധികാരത്തിലിരിക്കുന്ന ആള് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി എന്ന് പറയും. അഴിമതി. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന തെറ്റിനെ അഴിമതി എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് adaptation of new values, cultural elements and techniques in various fields of life. അപ്പോൾ അതിനെ എന്ത് പറയും? Who believed that education is the manifestation of perfection? Education is the manifestation of perfection already in man. Education is the manifestation എന്ന് പറഞ്ഞ ആരാണ്? വിവേകാനന്ദയാണ്. 1984 മുതൽ വിവേകാനന്ദന്റെ ബർത്ത്ഡേ ജനുവരി 12 എന്തായിട്ട് ആചരിക്കുന്നു? യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ മെത്തേഡാണ് കോൺസെൻട്രേഷൻ മെത്തേഡ് കൊണ്ടുവന്ന ആരാണ്? വിവേകാനന്ദയാണ് കോൺസെൻട്രേഷൻ മെത്തേഡ് കൊണ്ടുവന്നത്. എക്സാൾട്ട് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ഐഡിയലിസം. ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ആരുടെ ബർത്ത്ഡേ ആണ്? സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരുടെ ബർത്ത്ഡേ ആണ്? സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5. ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ ഫാദറാണ് ജോർജ് പെയിൻ. ഓക്കെ, അത് ഓർത്തിരിക്കുക. എന്നാൽ സോഷ്യോളജിയുടെ ഫാദർ അഗസ്റ്റ് കോംറ്റ് ആണ്.
ഫാദർ ഓഫ് സോഷ്യോളജി. ഫാദർ ഓഫ് സോഷ്യോളജി, സോഷ്യോളജി എന്ന് മാത്രം ചോദിച്ചാൽ അഗസ്റ്റ് കമന്റ്. എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന് പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് പെയിൻ. മാറിപ്പോകരുത്. ആക്ടിവിറ്റി, എൻഗേജ്മെന്റ്, കമ്മിറ്റ്മെന്റ് ആൻഡ് എൻകൗണ്ടർ. ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്ന ആരാണ്? ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത് പ്രാഗ്മാറ്റിസം ആണ്. പ്രാഗ്മാറ്റിസം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ MCQ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഓൺലൈൻ അല്ല നമ്മുടെ റിട്ടേൺ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നന്നായി മനസ്സിലാക്കുക, ഏരിയാസ് മനസ്സിലാക്കുക, നന്നായിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. BEd ഉള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് കണ്ടന്റുകൾ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.